നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രമേഹ രോഗികൾക്ക്, അതായത് ഷുഗർ പേഷ്യൻറ്റിന് വരാവുന്ന കോംപ്ലിക്കേഷൻസ് അഥവാ അപകടങ്ങൾ ഓർ സങ്കീർണതകൾ എന്തൊക്കെയാണെന്നാണ് സംസാരിക്കുന്നത്. പ്രമേഹ രോഗികൾ സാധാരണയായിട്ട് നമ്മൾ ഷുഗർ മാത്രം ചെക്ക് ചെയ്താൽ മതിയോ? പോരാ. നമ്മൾ ഷുഗർ കറക്റ്റായിട്ട് കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ കണ്ണിനെ, വൃക്കകളെ, നാഡീനരമ്പുകളെ, അതുപോലെ തന്നെ ഹാർട്ടിനെയൊക്കെ ബാധിക്കുന്നതാണ്. പ്രമേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള 5 അപകടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി കണ്ണിൻ്റെ പ്രശ്നം, അത് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും. കാഴ്ച മങ്ങൽ മുതൽ കാഴ്ച ഇല്ലാതാവുന്ന അവസ്ഥ വരെ വരാവുന്നതാണ്. രണ്ടാമതായിട്ട് വൃക്കകളുടെ പ്രശ്നം, അതായത് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയും. കിഡ്നിയുടെ പ്രവർത്തനം കുറയുന്നതാണ്. അതുമൂലം പിന്നീട് അങ്ങോട്ട് ഡയാലിസിസിലോട്ട് പോകുന്ന സ്റ്റേജിലോട്ട് വരെ എത്താവുന്നതാണ്. മൂന്നാമതായിട്ട് നാഡീനരമ്പുകളുടെ പ്രശ്നം, ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും. തരിപ്പ്, പുകച്ചിൽ, ചുടുചുടുങ്ങനെയുള്ള കുത്തിരികൾ, ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടിക്കൂടി വരാറുണ്ട് ഷുഗർ കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ. നാലാമതായിട്ടുള്ളത് ഡയബറ്റിക് ഫുഡ്. കാലിലെ ചെറിയ മുറിവ് പോലും ഇൻഫെക്ഷൻ ആയിട്ട് കാലിലെ വിരലുകളോ ചിലപ്പോൾ കാല് തന്നെ മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ വരും. അതാണ് ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളതാണ് ഹൃദ്രോഗം അല്ലെങ്കിൽ സ്ട്രോക്കിനുള്ള റിസ്ക്. പ്രമേഹ രോഗികൾക്ക് ഹാർട്ട് അറ്റാക്ക്, അതേപോലെ തന്നെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.